നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രസാൻസ് ആണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബട്ടറി ആയിട്ടുള്ള നല്ല ഫ്ലേക്കി ആയിട്ടുള്ള ക്രസാൻസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് ക്രസാൻസ് ഉണ്ടാക്കുന്നത് മാവ് പരത്തി അതിലൊരു ബട്ടർ ബ്ലോക്ക് വെച്ച് വീണ്ടും അത് പരത്തി പിന്നെ ഫോൾഡ് ചെയ്ത് തണുപ്പിച്ച് അങ്ങനെ പലതവണ ഫോൾഡ് ചെയ്തും പരത്തിയൊക്കെയാണ് ക്രസാൻസിന്റെ പേസ്ട്രി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പേസ്ട്രി ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ബട്ടർ ഉപയോഗിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രസാൻസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ പേസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ അതിനെ പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കും. പിന്നെ നമ്മൾ അതിനെ ബേക്ക് ചെയ്തെടുക്കും. നമ്മളിത് ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് റെഡിയാക്കണം. മാവ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസ്റ്റിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ 1.25 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇളക്കിയിട്ട് ഈസ്റ്റ് ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നവരെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാലിന് വളരെ മിതമായിട്ടൊരു ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈസ്റ്റ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ കപ്പിലാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ 250 ml കപ്പിലാണെങ്കിൽ ആദ്യത്തെ 2 കപ്പ് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. അപ്പൊ അതൊരു 140 ഗ്രാം വീതം ഉണ്ടാവും. പിന്നെ എടുക്കുന്നത് ലൂസായിട്ടാണ് എടുക്കണം. അപ്പൊ അതൊരു 120 ഗ്രാം മൈദയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 3 കപ്പ് പൊടി അളന്നെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പതഞ്ഞു വന്ന് ഈസ്റ്റിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇത് അധികം നേരം കുഴക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കൂടി ഒരുമിച്ചായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. മാവ് തടസ്സങ്ങളൊന്നുമില്ലാതെ അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കാതെ ഫ്രീ ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ബൗളൊന്ന് മയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിലേക്ക് മാവ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വയ്ക്കാം. ഇതൊരു ഡബിൾ സൈസായി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം പൊടി വിതറിയ സ്ഥലത്തേക്ക് ഈ മാവ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കണം. നമ്മൾ ഓരോന്നും പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് കവർ ചെയ്യണം. ഇനി ഒരല്പം പൊടി വെതിരി കൊടുത്തിട്ട് നമുക്കിത് സാവധാനം പരത്തിയെടുക്കാം. ഏകദേശം ഒരു 15-16 സെന്റിമീറ്റർ വട്ടത്തില് ആ ഒരു വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് 200 ഗ്രാം ബട്ടർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആണ് കേട്ടോ ചേർക്കാൻ. അൺസാൾട്ടഡ് ബട്ടർ ആണ്. നമുക്ക് നന്നായിട്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മുഴുവനും പരത്തിയെടുക്കണം.
ഓരോന്നും പരത്തിയിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചു കൊടുക്കണം. ഓരോന്നിന്റെ മുകളിൽ ബട്ടർ നന്നായിട്ട് തേച്ചു കൊടുക്കാൻ വേണം. ഈ 12 പീസായിട്ടാണ് ഈ മാവ് മുറിച്ചത്. ഓരോന്നും ഏകദേശം 60 ഗ്രാം വീതം ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 16 സെന്റിമീറ്റർ വട്ടത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അവസാനത്തെ ഇത് പരത്തിയ ശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കണ്ട. ഇനി നമുക്കിതെല്ലാം ഒരു തവണ കൂടി ഒറ്റ ലെയറായി കിട്ടുന്ന പോലെ പരത്തിയെടുക്കണം. ഇപ്പൊ നമുക്കിത് പരത്താൻ പറ്റില്ല, കാരണം ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ പരത്തിയിട്ടുണ്ടെങ്കിൽ ബട്ടറൊക്കെ ലീക്കായി പോകും. ബട്ടറിനെ ഒന്ന് സെറ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ചേരം ഇത് ഫ്രീസറിൽ എടുത്ത് വെക്കണം. ഒരു 30-35 മിനിറ്റോളം നമുക്കിത് ഫ്രീസർ വെക്കാം. ഞാനിതിപ്പോ ഒരു 35 മിനിറ്റാണ് ഫ്രീസറിൽ വെച്ചത്. നമ്മൾ കൂടുതൽ സമയത്ത് തണുപ്പിച്ചാൽ ബട്ടർ കൂടുതൽ ഹാർഡായിട്ട് പിന്നെ അത് പരത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഞാനിതിപ്പോ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ബട്ടർ ലീക്കാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കുക. നല്ല തണുപ്പുള്ള സമയമാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. ചൂടുള്ള കാലാവസ്ഥയിൽ ബട്ടർ പെട്ടെന്ന് മെൽറ്റായിട്ട് കൂടുതൽ ലീക്കാവും. അപ്പൊ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ കനത്തിൽ വേണം നമ്മൾ പരത്താൻ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാൻ ഇതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ബേക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി പകുതി ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ്. അത് നമ്മൾ പീസാക്കി ബട്ടർ പേപ്പർ അതിന്റെ ഓരോന്നിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ബേക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് പുറത്തെടുത്ത് തണുപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അത് ബേക്ക് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നും ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ബേസ് 6 സെന്റിമീറ്ററും പിന്നെ അതിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇത് ഓരോന്നും ഇതേപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിന്റെ നടുവിൽ പതുക്കെ ഒന്ന് നമ്മൾ വലിച്ച് ഒരല്പം ഒന്ന് നീട്ടിയെടുക്കണം. ഈ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരുപാട് തിക്നെസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത് ഇൻസിഷൻ കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ ടിപ്പ് അടിയിൽ വരുന്നത് പോലെ വേണം നമ്മളിത് ട്രേയിലേക്ക് വെക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ തുറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോക്ലേറ്റും വെച്ചു കൊടുക്കുക അതിന്റെ ഉള്ളിൽ. നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് വെറുതെ ബേക്ക് ചെയ്യാം. ആ ഒരു ഷേപ്പ് കിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് മുറിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതേപോലെ നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരെ നമുക്ക് ഇത് മാറ്റി വയ്ക്കണം. അതായത് സെക്കൻഡ് പ്രൂഫിംഗ്. ആ സമയത്ത് നമ്മളൊന്ന് എഗ് വാഷ് കൊടുക്കണം. എഗ് വാഷ് കൊടുക്കാനായിട്ട് ഒരു മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് പ്രൂഫിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിത് 1.5 മണിക്കൂറോളം പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കണം. അത്രയും സമയം നമ്മളിത് വെക്കുമ്പോഴാണ് നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടുള്ളൂ. ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പഫ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി എഗ് വാഷ് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. OTGയിലും ബേക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യുന്നുണ്ട്. OTGയിൽ ബേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യുക. പിന്നെ ചൂട് കുറച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യുക. സ്റ്റൗ ടോപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ചൂടോട്ടിയുള്ള പാത്രം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് ചൂടാക്കണം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും അല്പം കൂടി തീ കൂട്ടി വെക്കണം. ആ ഒരു ചൂടിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. 20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് വരെ നമ്മളിത് ബേക്ക് ചെയ്യേണ്ടി വരും. ഇത് OTGയിൽ ബേക്ക് ചെയ്തതാണ്. ഇത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തത്. സ്റ്റൗ ടോപ്പിൽ ഞാൻ 20 മിനിറ്റാണ് ചെയ്തത്. ഒരു 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ളൊരു കളറിന് കിട്ടും. ഇത് വേറെ ഷേപ്പ് കൊടുത്ത് ബേക്ക് ചെയ്തത്. ഇത് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു പീസ് ബേക്ക് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പാചകം ചാനലിന്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.